സുഭദ്രേ, ചോക്കും പേപ്പറും ഒക്കെ പടപടാന്ന് തീരുകയാണല്ലോ. ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇതൊക്കെ ആവശ്യത്തിന് വാങ്ങാനല്ലേ സർക്കാർ ഗ്രാന്റ് തരുന്നത്. അതിലും പിശുക്ക് കാണിക്കല്ലേ ചേട്ടാ. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലേ. കണ്ടിട്ട് ഏതോ സർക്കസ് കമ്പനിക്കാർ ഗ്രൗണ്ട് ചോദിക്കാൻ വരുമെന്ന് തോന്നുന്നു. രക്ഷപ്പെട്ടു. 5 പൈസ ഇല്ലാതിരിക്കുകയാണ്. ഹലോ, എന്താ കുട്ടി, കയറി വരൂ. കുട്ടി കയറി വരൂ. നിന്ന് ഡാൻസ് കളിക്കാതെ കയറി വാടോ. ഇതൊരു നടക്കി പോകുമെന്ന് തോന്നണില്ല. ഞാൻ കുട്ടിയല്ല, സാറാ. ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നാ പുതിയ സാറാ. എന്താ എന്താ പറഞ്ഞേ? എക്സ്ക്യൂസ് മീ. ഹായ്. ആ രഞ്ജി, എന്തുണ്ടാ? നീ എവിടെയാ? ഞാനോ? ഞാൻ ഒരു കോമഡിയാ വെച്ചു. ഒരു മിനിറ്റേ. നാളെ ഞാൻ ഫ്രീ ആടാ. ആ ഓക്കെ. എവിടെ? ഓ എൻ്റെ ഇല്ല. നീ നമ്പർ അമ്മാവൻ ഫോണും തരും. എന്തോ നന്നാ ഇതൊക്കെ. ആ ഒരു മിനിറ്റ്. ഓക്കെടാ. എടാ കട്ടിയല്ലേ ഒരു മിനിറ്റേ. എടാ ഒരു മിനിറ്റ്, അത്യാവശ്യം കോളായതുകൊണ്ടാണ്. ഇത് തന്നെയാണോ ചേട്ടൻ പോസ്റ്റിംഗ് കൊടുത്ത ആള്? ഇതാണോന്ന് ചോദിച്ചാ ഇയാളുടെ അച്ഛനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാശ് തന്നാൽ അയാളല്ലേ. ചറപറാന്ന് കത്തയച്ച ആളെ വരുത്തിയിട്ട് ഇപ്പം ആളറിയില്ലെന്ന്. അതേ, ആളെ ഞാൻ തന്നെയാ. ഇതാ നിങ്ങളയച്ച കത്തും എൻ്റെ കുറേ സർട്ടിഫിക്കറ്റ്. അതെ, ഇതാണ് അച്ഛൻ. ഞാനാ. എന്താ സർട്ടിഫിക്കറ്റ് കാണണോ? തന്റെ പേരെന്താന്ന് പറഞ്ഞത്? പറഞ്ഞില്ലായിരുന്നു, പക്ഷെ പറയും. അനൂപ് കൃഷ്ണ. അനുമോന്ന് വിളിക്കും. ആര് വിളിക്കും? അങ്ങനെയൊന്നുമില്ല, ആർക്കും വിളിക്കാം. അമ്മാവനും വിളിക്കാം. മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ വക ഫാഷൻ പരേഡും ഷോയും ഇവിടെ നടക്കത്തില്ല. ഒരു അധ്യാപകന് വേണ്ട ക്വാളിറ്റീസ് എന്താണെന്ന് തനിക്കറിയാമോ? ഒരു B.Ed 10 ലക്ഷം രൂപ. അടക്കം, ഒതുക്കം, വിനയം, കൃത്യനിഷ്ഠ, ഈ കാര്യങ്ങൾ എനിക്ക് നിർബന്ധമാണ്. ഇത് തെറ്റിക്കാൻ ഇവിടെ ഞാൻ ഒരാളെ അനുവദിക്കാറില്ല. ദാ ഒപ്പിട്ടോളൂ. പ്രാർത്ഥിച്ചതാണല്ലേ, നന്നായി വരും. പ്രാർത്ഥിച്ചത് എൻ്റെ ഒപ്പെങ്ങനെയെന്ന് ഞാൻ ആലോചിച്ചതാ. വല്ലപ്പോഴും ഇടുന്നത്. തൽക്കാലം ഇതൊക്കെ മതിയല്ലേ? എന്താ? അല്ല വേണ്ട, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ശരി, സ്റ്റാഫ് റൂമിലേക്ക് വന്നോളൂ. ടീച്ചേഴ്സിനൊക്കെ പരിചയപ്പെടുത്താം. ഇതാണ് ടീച്ചേഴ്സ് റൂം. കയറി വന്നോളൂ. ഇതെന്താ അമ്മ കിളിക്കൂടോ?